ഗേറ്റ്വേയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സലിന്റെ കൺട്രോൾ ഷോർട്ട് കട്ടുകളെ പറ്റിയാണ്. കൺട്രോൾ എ മുതൽ ഇസഡ് വരെയുള്ള പല ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. ആ ഷോർട്ട് കട്ട് കീകളെ പറ്റിയാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കൺട്രോൾ എ മുതൽ ഇസഡ് വരെ എന്ന് പറയുമ്പോൾ 26 ലെറ്റേഴ്സ് ആണല്ലോ ആൽഫബറ്റിക് ആയിട്ടുള്ളത്. പക്ഷേ നമുക്കിവിടെ 23 ഷോർട്ട് കട്ട് കീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 3 ഷോർട്ട് കട്ട് കീസ് ഇവിടെ അവൈലബിൾ അല്ല. കൺട്രോൾ ജെയും കൺട്രോൾ എമ്മും കൺട്രോൾ ക്യൂവും അവൈലബിൾ അല്ല. ബാക്കി 23 ഷോർട്ട് കട്ട് കീസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് കൺട്രോൾ എ. കൺട്രോൾ എ മീൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ എ. അപ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ എ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഷീറ്റ് മുഴുവനായിട്ട് സെലക്ട് ആവുന്നത് കാണാൻ സാധിക്കും. അതല്ല, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സെല്ല് ഒരു ടേബിളിനുള്ളിലാണെങ്കിൽ ആ ടേബിൾ മാത്രമേ സെലക്ഷൻ ആവത്തുള്ളൂ. ഞാൻ ഒരു ടേബിളിനുള്ളിലാണ് കർസറിന്റെ പൊസിഷൻ അല്ലെങ്കിൽ സെല്ല് സെലക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ കൺട്രോൾ എ കൊടുത്തു കഴിഞ്ഞാൽ ആ എൻ്റെ ടേബിൾ സെലക്ഷൻ ആവും. ടേബിളിന് വെളിയിലാണെങ്കിൽ മുഴുവൻ ഷീറ്റ് ആയിരിക്കും സെലക്ഷൻ ആകുക. കൺട്രോൾ എ ഫോർ സെലക്ട്. ഇത് കൺട്രോൾ ബി ആണ്. കൺട്രോൾ ബി ഫോർ ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സെലക്ട് ചെയ്തു, അതിനുശേഷം കൺട്രോൾ ബി കൊടുക്കുന്നു. കൺട്രോൾ ബി ഫോർ ബോൾഡ്. അവിടെ ആ ടേബിളിനുള്ളിലുള്ള എല്ലാ ടെക്സ്റ്റുകളും ബോൾഡായി. നോർമൽ ആകാൻ വേണ്ടി വീണ്ടും കൺട്രോൾ ബി കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ലെറ്ററിലേക്ക് മാറുന്ന കാണാൻ സാധിക്കും. കൺട്രോൾ ബി ഫോർ ബോൾഡ്. അടുത്ത കൺട്രോൾ സി ആണ്. കോപ്പി എന്നുള്ള കമാൻഡാണ് കൺട്രോൾ സി എന്നുള്ള ഷോർട്ട് കട്ട് വേണ്ടി യൂസ് ചെയ്യുന്നത്. കോപ്പി ചെയ്യുക. ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ കൺട്രോൾ സി കൊടുത്തു കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിന്റെ കണ്ടന്റ് ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആവുന്നത് കാണാൻ സാധിക്കും. ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനാണ്. ക്ലിപ്പ് ബോർഡിൽ നിന്നുള്ള കണ്ടന്റ് ആണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ പേജിലേക്ക് ഇൻസേർട്ട് ആവുന്നത്. ഇവിടെ ക്ലിപ്പ് ബോർഡിൽ അത് കോപ്പി ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിപ്പ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കോപ്പി ചെയ്തിട്ടുള്ള കണ്ടന്റുകളെല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫ്രീ യൂണിറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കോപ്പി ചെയ്ത് അതിവിടെ ക്ലിപ്പ് ബോർഡിലുണ്ട്. ഇവിടെ ഞാൻ ക്ലിപ്പ് ബോർഡ് ഓഫ് ചെയ്യുകയാണ്. അന്നേരം കോപ്പി ചെയ്യാനുള്ള കമാൻഡാണ് കൺട്രോൾ സി. അടുത്തത് കൺട്രോൾ ഡി ആണ്. ഇവിടെ ഫിൽ ഡൗൺ എന്നുള്ള ഓപ്ഷനാണ് കൺട്രോൾ ഡി ഉള്ളത്. ഇപ്പം ഞാനിവിടെ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തു, ഗേറ്റ്വേ. ഈ ലെറ്റർ താഴേക്ക് ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിൽ ചെയ്യേണ്ട സെല്ലുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ഡി കൊടുക്കുക. എൻ്റെ സെലക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സെല്ലിലേക്കും ഗേറ്റ്വേ എന്നുള്ള ടെക്സ്റ്റ് ഫിൽ ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമ്പർ ആണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നമ്പർ ടൈപ്പ് ചെയ്തു. ഈ നമ്പർ താഴേക്കുള്ള സെല്ലിലേക്ക് ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗൺ ഫില്ലിങ്ങിലെ കൺട്രോൾ ഡി ആണ് യൂസ് ചെയ്യുന്നത്. ഫിൽ ഡൗൺ. കൺട്രോൾ ഡി ഫോർ ഫിൽ ഡൗൺ. അടുത്ത കൺട്രോൾ ഇ ആണ്. കൺട്രോൾ ഇ എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ഫിൽ എന്നാണ് പറയുന്നത്. ഫ്ലാഷ് ഫിൽ മീൻസ് ഇത് നമുക്ക് ഈ വേർഷനിൽ അവൈലബിൾ അല്ല. ഏറ്റവും പുതിയ വേർഷനുകളിൽ മാത്രമേ കൺട്രോൾ ഇ എന്നുള്ള ആ ഷോർട്ട് കട്ട് കീ വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് ഫ്ലാഷ് ഫിൽ എന്നുള്ള ഓപ്ഷനാണ്. ഫ്ലാഷ് ഫില്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില ഓട്ടോമാറ്റിക് ഫില്ലിംഗ് ഉണ്ട്. ഇപ്പം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നുള്ളതിനാണെങ്കിൽ നമ്മൾ ആകെ മൺഡേ അടിച്ചതിന് ശേഷം ടൈപ്പ് ചെയ്തതിന് ശേഷം താഴേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി അത് ഫിൽ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമുക്കിപ്പം ഇതേ ടേബിളിൽ തന്നെ ഇപ്പം മൺഡേ എന്നുള്ളതിന് MOND, ഇത് മറ്റേ MON മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ട്യൂസ്ഡേ, വെനസ്ഡേ ഇങ്ങനെ ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഇ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇതേ ഓർഡറിൽ തന്നെ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് വീതം ഫിൽ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതിലെ ലാസ്റ്റ് 3 ലെറ്റേഴ്സ് വേണമെങ്കിലും ഫ്ലാഷ് ഫിൽ ഉപയോഗിച്ച് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ വേർഷനിൽ, ഇത് 2007 ആണ്, ഈ വേർഷനിൽ ഈ ഫെസിലിറ്റി അവൈലബിൾ അല്ല. അടുത്തത് കൺട്രോൾ എഫ് ആണ്. ഫൈൻഡ് എന്നുള്ള കമാൻഡാണ്. നമുക്കറിയാം കൺട്രോൾ എഫ് ഓ ഫൈൻഡ്. കൺട്രോൾ എഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട ഒരു ബോക്സ് അല്ലെങ്കിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ആ ഒരു ഡയലോഗ് ബോക്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഫൈൻഡ് ചെയ്യേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്യും. ഇപ്പം മൺഡേ അല്ലെങ്കിൽ ഒരു ലെറ്റർ, ഇപ്പം ആഡ് എന്നുള്ള ആ ഒരു ആഡ് എന്നുള്ള ലെറ്റർ ഉള്ള ഒരു സെല്ലാണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ ആഡ് എന്ന് ടൈപ്പ് ചെയ്യുക, ഫൈൻഡ്. ഇവിടെ സെലക്ഷൻ ആഡ് എന്നുള്ള ആ സെല്ല് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമുക്ക് എന്ത്
മാറ്റർ ആണോ അല്ലെങ്കിൽ ഏത് കണ്ടന്റ് ആണോ നമുക്ക് കാണേണ്ടത് ആ കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സെല്ലിലേക്ക് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. 168 ഫൈൻഡ് ഇത് നമ്മൾ ടോട്ടൽ ചെയ്ത് വെച്ചേക്കുന്ന സെല്ലായതുകൊണ്ടാണ് 168 കാണിക്കാത്തത്. നമുക്ക് വേറൊരു നമ്പർ ടൈപ്പ് ചെയ്യാം. അപ്പം 14. ഫൈൻ നെക്സ്റ്റ്, ഫൈൻ നെക്സ്റ്റ്, ഫൈൻ നെക്സ്റ്റ്, ഫൈൻ നെക്സ്റ്റ്. അതിവിടെ നമുക്ക് ഫൈൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഫൈൻഡ് എന്നുള്ള കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഷീറ്റിൽ അല്ലെങ്കിൽ എക്സൽ ഷീറ്റിലുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീയാണ് Ctrl+F. ഇനി അടുത്തത് Ctrl+G ആണ്. ഗോ ടു എന്നുള്ള കമാൻഡാണ്. ഗോ ടു, Ctrl+G ഫോർ ഗോ ടു. നമുക്കൊരു പർട്ടിക്കുലർ സെല്ലിലേക്ക് ആണ് നമുക്ക് പോകേണ്ടതെങ്കിൽ ആ സെല്ലിന്റെ റെഫറൻസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ സെല്ലിലേക്ക് പോകാൻ. ഇപ്പോൾ A1 എന്നുള്ള സെല്ലിലേക്കാണ് പോകണമെങ്കിൽ A1 എന്നുള്ള റെഫറൻസ് ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കും. കർസർ A1 എന്ന് പറയുന്ന സെല്ലിലേക്ക് മൂവ് ചെയ്ത് കാണാൻ സാധിക്കും. Ctrl+G ഫോർ ഗോ ടു, Ctrl+G ഫോർ ഗോ ടു. സെല്ലിന്റെ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിലേക്ക് മാറുന്ന കാണാൻ സാധിക്കും. ഇപ്പം J8 എന്ന് പറയുന്ന സെല്ലിന്റെ റെഫറൻസ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെല്ലിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ കർസറിന്റെ പൊസിഷൻ J7ലേക്ക് മാറുന്നു അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അടുത്തത് Ctrl+H ആണ്. റീപ്ലേസ് എന്നുള്ള കമാൻഡ് ആണ് അവിടെ യൂസ് ചെയ്യാൻ, ഷോർട്ട് കട്ട് കീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. Ctrl+H. ഇപ്പൊ ഇവിടെ ഞാൻ ഫോർ എക്സാമ്പിൾ സാറ്റർഡേ എന്നുള്ളത് മാറി അവിടെ എനിക്ക് ഹോളിഡേ എന്നാക്കണം. സാറ്റർഡേ എന്നുള്ളത് മാറിയിട്ടവിടെ ഹോളിഡേ എന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യമേ ഫൈൻഡ് ചെയ്യുക. ഫൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് ആ സാറ്റർഡേ എന്നുള്ള വേർഡ് ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിനുശേഷം റീപ്ലേസ് ചെയ്തു. എന്നിട്ട് അവിടെ ഹോളിഡേ എന്ന് ചേഞ്ച് ആയി. ഫൈൻഡ് ആൻഡ് റീപ്ലേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ Ctrl+H എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്. Ctrl+H. അടുത്തത് Ctrl+I ആണ്. Ctrl+I ഫോർ ഇറ്റാലിക്. ഞാൻ ഈ ഒരു ടേബിളിനകത്ത് Ctrl+I അപ്ലൈ ചെയ്യുകയാണ്. Ctrl+I ഫോർ ഇറ്റാലിക്. ലെറ്റേഴ്സ് എല്ലാം ഇറ്റാലിക് ആയി. നോർമൽ ലെറ്ററിലേക്ക് വരണമെങ്കിൽ വീണ്ടും Ctrl+I പ്രസ് ചെയ്യുക. Ctrl+Jക്ക് ഷോർട്ട് കട്ട് കീസ് ഇല്ല. അതിനുശേഷം Ctrl+K ആണ്. Ctrl+K യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ലിങ്കിന് വേണ്ടിയിട്ടാണ്. ഹൈപ്പർ ലിങ്ക് ആണ്. ഹൈപ്പർ ലിങ്ക് മീൻസ് നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഫേസ്ബുക്കുമായിട്ടോ അല്ലെങ്കിൽ ജിമെയിലുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പിക്ചറുമായിട്ടോ ഒക്കെ നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാനിപ്പോൾ ഹോളിഡേ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിനെ ഹൈപ്പർ ലിങ്ക് ചെയ്യണമെങ്കിൽ ഞാൻ Ctrl+K കൊടുത്താൽ മതി. Ctrl+K കൊടുക്കും, പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. നമുക്ക് എവിടെയാണോ ഇത് ഹൈപ്പർ ലിങ്ക് ചെയ്യേണ്ടത്, ഇൻസെർട്ട് ഹൈപ്പർ ലിങ്ക്. ഇപ്പം വെബിന്റെ അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വെബ് അഡ്രസ്സിലേക്ക് പോകുന്ന കാണാൻ സാധിക്കും. Ctrl+K Ctrl+K കൊടുത്തതിന് ശേഷം നമ്മൾ അഡ്രസ് ബാറിൽ നമുക്ക് ലിങ്ക് ചെയ്യേണ്ട വെബ്സൈറ്റിന്റെ അഡ്രസ് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആ സൈറ്റിലേക്ക് ഹൈപ്പർ ലിങ്ക് ചെയ്യാൻ സാധിക്കും. www. ഞാനിപ്പോൾ ഒരു സൈറ്റിന്റെ അഡ്രസ് നൽകുകയാണ്, gatewayitc.com. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ആയി. ഞാൻ ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ബ്രൗസറിലേക്ക് ഓപ്പൺ ആയതിനു ശേഷം വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും.
പിന്നെ ഹൈപ്പർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്രൗസർ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ്, അതുകൊണ്ടാണ് ഈ ബ്രൗസർ ഓപ്പൺ ആയത്. അതിനുശേഷം വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നത് കാണാൻ സാധിക്കും. ഇത് കൺട്രോൾ കെ എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ്. ഇത് വെബ്സൈറ്റ് മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും ഫോട്ടോയോ പ്രോഗ്രാമോ പേജുകളോ ഒക്കെ നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ബ്രൗസർ ഓപ്പൺ ആയി, ബ്രൗസറിന്റെ അഡ്രസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഞാൻ കൊടുത്ത ഹൈപ്പർ ലിങ്ക് അഡ്രസ്സ് വരുന്നത് കാണാൻ സാധിക്കും. നെറ്റ് അല്പം സ്ലോ ആയതുകൊണ്ടാണ് നമുക്ക് അല്പം താമസം വരുന്നത്. അഡ്രസ് വന്നു gateway.itc.com. വെബ്സൈറ്റ് നമുക്ക് അവൈലബിൾ ആയി. ഇത് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ടെക്സ്റ്റിനെ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തു. അതിനാണ് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത്. ഹൈപ്പർ ലിങ്ക് വന്ന ടെക്സ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു പ്രത്യേക കളറിലും അതേപോലെ അണ്ടർലൈനും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കൺട്രോൾ L ഫോർ ടേബിൾ എന്നുള്ളതാണ്. ക്രിയേറ്റ് ടേബിൾ. നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ L എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇത് ഒരു ടേബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ L കൊടുത്തു കഴിഞ്ഞാൽ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഏത് ഏരിയ ആണ് നമുക്ക് ടേബിൾ ആക്കേണ്ടത് ഓട്ടോമാറ്റിക്കലി തന്നെ സെലക്ട് ആവും. ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ടേബിൾ ആയിട്ട് മാറുന്ന കാണാൻ സാധിക്കും. കണ്ടില്ലേ? നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ കൺവേർട്ട് ടു റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറുന്നത് കാണാൻ സാധിക്കും. എസ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിമൂവ് ആവുന്ന കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഒരു ടേബിളിനെ ഏതെങ്കിലും ഒരു ടേബിളിനെ പ്രത്യേക ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ടേബിളായിട്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ടാണ് കൺട്രോൾ L. റേഞ്ച് ചോദിക്കും, നമുക്ക് റേഞ്ച് നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ റേഞ്ചിലുള്ള ടെക്സ്റ്റുകളെ ഒരു ടേബിൾ ഫോമിലേക്ക് മാറ്റുന്നത് കാണാൻ സാധിക്കും. ഇതിനാണ് നമ്മൾ കൺട്രോൾ L എന്നുള്ള ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്. കൺട്രോൾ M എന്നുള്ളതിന് മെനൂസ് ഇല്ല. കൺട്രോൾ N ഫോർ ന്യൂ വർക്ക് ബുക്ക്, പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീയാണ് കൺട്രോൾ N ഫോർ ന്യൂ വർക്ക് ബുക്ക്. ഇപ്പം പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ആയി. കൺട്രോൾ N ഫോർ ഓപ്പൺ ന്യൂ വർക്ക് ബുക്ക്. അടുത്തത് കൺട്രോൾ M ആണ്, അതിനും ഷോർട്ട് കട്ട് കീസ് ഇല്ല. സോറി, കൺട്രോൾ O ആണ്. O ഫോർ ഓപ്പൺ വർക്ക് ബുക്ക്. കൺട്രോൾ O ഫോർ ഓപ്പൺ വർക്ക് ബുക്ക്. കൺട്രോൾ O കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. കൺട്രോൾ P ഫോർ പ്രിന്റ്. പ്രിന്റ് ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് വരാൻ വേണ്ടി കൺട്രോൾ P ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രിന്റിങ്ങിനെ പറ്റി നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കൺട്രോൾ Qനും ഷോർട്ട് കട്ട് കീ ഇല്ല. കൺട്രോൾ R ഫോർ ഫിൽ റൈറ്റ്. നമ്മൾ നേരത്തെ ഫിൽ ഡൗൺ കണ്ടു, അതേപോലെ തന്നെ ഫിൽ റൈറ്റ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പം ഞാൻ വീണ്ടും ഒരു ടെക്സ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യുന്നു. ഗേറ്റ്വേ. നമുക്ക് റൈറ്റിലേക്ക് ഫിൽ ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ R പ്രസ് ചെയ്താണ്. കൺട്രോൾ R റൈറ്റിലേക്ക് ഫില്ല് ചെയ്യാൻ. നേരത്തെ നമ്മൾ കൺട്രോൾ ഡൗൺ ഫില്ല് കാണിച്ച് ഇവിടെ റൈറ്റിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ R യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത കൺട്രോൾ S ആണ്. S ഫോർ സേവ്. നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യണമെങ്കിൽ കൺട്രോൾ S കൊടുത്താൽ നിങ്ങൾക്ക് അറിയാവുന്ന ഷോർട്ട് കട്ട് കീ ആണ്. മറ്റ് ആപ്ലിക്കേഷനുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കൺട്രോൾ T ഫോർ ടേബിൾ. വീണ്ടും അതേ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഷോർട്ട് കട്ട് കീയുടെ കൺട്രോൾ L എന്ന് പറയുന്ന അതേ ഫംഗ്ഷൻ തന്നെയാണ് കൺട്രോൾ Tക്കും ഉള്ളത്. അടുത്ത കൺട്രോൾ U ആണ്. കൺട്രോൾ U ഫോർ അണ്ടർലൈൻ. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിന്റെ ടെക്സ്റ്റുകൾക്ക് അണ്ടർലൈൻ വീഴുന്നത് കാണാൻ വേണ്ടി കൺട്രോൾ U കൊടുക്കും. കൺട്രോൾ U ഫോർ അണ്ടർലൈൻ ചെയ്തു. നോർമൽ ലെറ്ററിലേക്ക് കൊണ്ടുപോയി കൺട്രോൾ U എന്നോട് പ്രസ് ചെയ്താൽ മതി. അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീയാണ് കൺട്രോൾ U. കൺട്രോൾ V ഫോർ പേസ്റ്റ്. കോപ്പി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ഇവിടെ ഞാൻ കോപ്പി ചെയ്യാൻ വേണ്ടി കൺട്രോൾ C കൊടുത്തു. അതിനുശേഷം ഞാൻ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ V. അത് അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തു. കൺട്രോൾ X എന്ന് പറയുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ കൺട്രോൾ C എന്ന് പറയുന്നത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കോപ്പി ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് കൺട്രോൾ P. കൺട്രോൾ W ഫോർ ക്ലോസിംഗ് വർക്ക് ബുക്ക്. ഒരു വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ കൺട്രോൾ W കൊടുത്താൽ മതി. കൺട്രോൾ X ഫോർ കട്ട്. ഇതിനെ നമുക്ക് കട്ട് ചെയ്യണം. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ കട്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ X കൊടുക്കുക. ശേഷം എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് കൺട്രോൾ V കൊടുക്കുക.
കട്ട് ചെയ്താണ് പേസ്റ്റ് ആകുന്നത്. കട്ട് ആൻഡ് പേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ എക്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കൺട്രോൾ വൈ ഫോർ അൺഡു, കൺട്രോൾ വൈ ഫോർ റീഡു, കൺട്രോൾ ഇസഡ് ഫോർ അൺഡു. അപ്പൊ ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിപ്പോൾ അൺഡു ചെയ്യാൻ വേണ്ടി കൺട്രോൾ ഇസഡ് കൊടുത്തു, അൺഡു നടന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ വൈ റീഡു, കൺട്രോൾ ഇസഡ് അൺഡു, കൺട്രോൾ വൈ റീഡു. അതായത് നമ്മൾ ഒരു വട്ടം ചെയ്ത പ്രവൃത്തി വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി റീഡു, നേരത്തെ ചെയ്ത പ്രവൃത്തി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അൺഡു. ഇത്രയും ഷോർട്ട് കട്ട് കീസ് ആണ് കൺട്രോളുമായിട്ട് കോമ്പിനേഷനിലുള്ളത്. എ മുതൽ ഇസഡ് വരെയുള്ള 23 ഷോർട്ട് കട്ട് കീസ് ആണുള്ളത്. ഈ ഷോർട്ട് കട്ട് കീസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ഫംഗ്ഷൻ കീസിനെ പറ്റിയും ഫംഗ്ഷനുകളെ പറ്റിയും നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. താങ്ക് യു.